ഗൈസ്, അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. നമ്മള് വെൽക്കം ബാക്ക് ടു ഫൈനൽ പാർട്ട് ഓഫ് അവർ AGM ബ്ലോഗ്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒന്ന് ചില്ലാവാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് പോവാണ്. ഓൾറെഡി ബാക്കിയുള്ളവരൊക്കെ വന്ന് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗെയിംസ് എല്ലാം ഫുള്ളി ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ പുറത്ത് നിന്നിട്ട് അവിടുത്തെ വ്യൂ ഒന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ചു. ആ സമയത്താണ് റൌഫ് പറയുന്നത് സ്വിമ്മിംഗ് പൂൾ ഒരു 7 മണി വരെ ഉള്ളൂ എന്ന്. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് വിട്ടു. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കോമൺ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഡിന്നറിന് മുന്നിലുള്ള സ്റ്റാർട്ടേഴ്സ് കൊടുത്ത് തുടങ്ങിയെന്ന് കേട്ടപ്പോൾ വേഗം കുളിച്ച് അങ്ങോട്ടേക്ക് ഓടി. എന്റെ ഒരു പ്ലേറ്റ് ഫുള്ള് സ്റ്റാർട്ടേഴ്സ് കഴിച്ചോണ്ട് തന്നെ ഈ ഡിന്നർ കണ്ടപ്പോൾ എന്റെ കിളി പോയി. സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് ഒരു ഗുലാബ് ജാമുനൊക്കെ എടുത്ത് ഡിന്നർ അങ്ങനെ അവസാനിപ്പിച്ചു. മുന്നേ പല സ്ഥലത്ത് വെച്ച് ഈ ഒരു ഗെയിം കണ്ടിട്ടുണ്ടെങ്കിലും കളിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. എന്തായാലും കളി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്യാവശ്യം ടയർഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം പോയി അങ്ങോട്ട് കിടന്നു. ആസ് യൂഷ്വൽ അത്യാവശ്യം ലേറ്റ് ആയിട്ട് തന്നെ രാവിലെ എണീറ്റ് ഒന്ന് ക്യുക്കായി പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലും അത് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. ഈ ഒരു ലൈനിൽ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളവരുടെ എല്ലാവരുടെയും റൂംസ് വരുന്നത്. ഷാൻ ചേച്ചി ഇന്നലത്തെ വിശേഷങ്ങൾ ആരുടെയൊക്കെയോ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പെറ്റും കിടക്കിയെടുത്ത് നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കി തുടങ്ങി. അപ്പോഴാണ് ഒരു കാര്യം എടുത്ത് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുത്തില്ല. അങ്ങനെ കളറായി കുറച്ച് ഫോട്ടോസ് ഒരു വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ നമ്മുടെ മടക്കയാത്ര തുടങ്ങി. ഇന്നലെ വരുന്ന വഴിക്ക് ഈ ഒരു മുന്തിരിപ്പാടം കണ്ടപ്പോൾ ഷൈൻ ചേച്ചിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. നമ്മൾ ചെന്നാണെങ്കിലോ കറക്റ്റ് മുന്തിരി വിളവെടുക്കുന്ന സമയത്തായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു മുന്തിരിപ്പാടം കാണുന്നതും അതും ഇത്രയും മുന്തിരികൾ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് എന്റെ മുഖത്ത് കാണാൻ പറ്റും. ഷൈനി ചേച്ചി ആണെങ്കിലോ ഏതോ ഒരു സിനിമാ ലൊക്കേഷനിൽ പോയൊരു മട്ടും ഭാവമൊക്കെ ആയിരുന്നു മുന്തിരിപ്പാടം കണ്ടപ്പോൾ. ഞാനും അത്ര മോശമൊന്നായിരുന്നില്ല. എന്തെങ്കിലും ഒരു മുന്തിരിപ്പാടത്ത് പോകുമ്പോൾ ചെയ്തു നോക്കാൻ വേണ്ടി വെച്ചൊരു പരിപാടി ആയിരുന്നത് ഈ കണ്ടത്. വിളവെടുക്കുന്ന സമയമായതുകൊണ്ടും പിന്നെ നമ്മളൊരു 2 കൊട്ട കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടും അവര് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ പൊട്ടിച്ചെടുത്തോളാൻ. പൊട്ടിക്കാനൊക്കെ ഒരു നാക്ക് ഉണ്ടായിരുന്നു. അത് ആദ്യം എനിക്ക് കിട്ടിയില്ല, പിന്നീട് അങ്ങോട്ട് ശരിയായി. എന്തായാലും AGM വന്നുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മുതലായത് ഇത് ഈ ഒരു പരിപാടിയൊക്കെ തന്നെയായിരുന്നു. ബക്കറ്റ് ലിസ്റ്റിൽ കുറെ കാലമായിട്ട് കൊണ്ടുവന്ന സ്വപ്നം ഇങ്ങനെ നടക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് ഓർമ്മകളായിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പൊ പുതിയൊരു വ്ളോഗ് സീരീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.